ഒരു ചെറിയ കോൾഡ് ഒക്കെ വന്ന് സൗണ്ട് ഒക്കെ പോയിരിക്കുവാണെങ്കിലും നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാന്നങ്ങ് തീരുമാനിച്ചു. ഞാൻ മാത്രം വിചാരിച്ചാ പോരാ, ഇതുണ്ടാക്കി തരുന്നത് അരൂട്ടനാണ്. രണ്ടാളും ജോലി കഴിഞ്ഞ് വന്നോണ്ട് ആളെ ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ബിരിയാണിയുടെ സാധനങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കരയുന്നത് എന്തിനാന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ. പൊതുവേ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് അടുക്കളയിൽ കയറാറില്ല. കുക്കിംഗ് സ്റ്റൈലിന്റെ ഡിഫറൻസ് കൊണ്ട് തല്ലി പിരിഞ്ഞാണ് പുറത്തോട്ട് ഇറങ്ങാറ്. ഇന്ന് എന്തായാലും അടിയാക്കില്ല എന്ന് വിചാരിച്ചാണ് അടുക്കളയിൽ കയറിയത്. ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചപ്പോഴേക്ക് ആളിതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ തല കെട്ടിപ്പൊതിഞ്ഞ് വെച്ചേക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ മസാല ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്മെല്ല് മുടി തൊട്ട് ഡ്രസ്സ് വരെ ആകാറുണ്ട്. ഞാനാണെങ്കിൽ ആഴ്ച 2-3 വട്ടം മാത്രമേ മുടി കഴുകാറുള്ളൂ. അപ്പോൾ ഹെയറി സ്മെല്ല് ആവാതിരിക്കാനാണ് ഈ ടെക്നിക്ക്. എങ്കിൽ പിന്നെ ആർഭാട് ഒട്ടും കുറയ്ക്കണ്ട എന്ന് വിചാരിച്ച് കുറച്ച് സാലഡും പുതിന ചമ്മന്തിയും ഒക്കെ അങ്ങ് ഉണ്ടാക്കി. അപ്പോഴാണ് ബിരിയാണി ദമ്മിടാതെ സെപ്പറേറ്റ് വെക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. അങ്ങനെ കഷ്ടപ്പെട്ട് ആ ബിരിയാണി പോലത്തെ റൈസും മസാല അങ്ങ് റെഡിയാക്കി. രാവിലെ നല്ല ക്ലീൻ കിച്ചണിലോട്ട് കയറണം എന്നുള്ളതുകൊണ്ട് വേഗം ഫുൾ ക്ലീനിങ്ങും കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി എല്ലാം നല്ല ഭംഗിക്ക് പ്ലേറ്റിലാക്കി വയറ് നിറച്ച്